ആദർശും നയനും തമ്മിൽ യാതൊരു അടുപ്പവും ഇല്ലെന്നുള്ള കാര്യവും മുത്തശ്ശൻ മനസ്സിലാക്കുന്നുണ്ട്. പലതവണയായിട്ട് ആദർശ് നയനോട് ദേഷ്യപ്പെടുന്നത് മുത്തശ്ശൻ കാണുന്നുണ്ട്. ഈ ചായ നിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുമെന്ന് ആദർശ് പറഞ്ഞത് മുത്തശ്ശൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദർശപ്പം അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിവാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി ആദർശം തമ്മിലുള്ള സംസാരം മുത്തശ്ശൻ കേൾക്കാൻ ഇടവരുന്നുണ്ട്. ദേവയാനി ആദർശനോട് പറയാണ്, ഒരു കാരണം കൊണ്ടും നീ അവളെ സ്വീകരിക്കാൻ പാടില്ല. മുത്തശ്ശൻ അങ്ങനെ പലതും പറയും, നീ ഒന്നും കേൾക്കാൻ നിൽക്കണ്ട, നിന്റെ ഭാവിയെ പോവുള്ളൂ. എങ്ങനെയെങ്കിലും കുറച്ച് നാളുകൾ കഴിയുമ്പം അവളെ വീട്ടിൽ നമുക്ക് അടിച്ച് പുറത്താക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്കും മുത്തശ്ശൻ വന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ മരണശേഷമാണോ ദേവയാനി എന്ന് ചോദിക്കുമ്പോഴേക്കും അവരൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ദേവയാനി പറയാണ്, അയ്യോ അച്ഛ, ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല പറഞ്ഞതെന്ന് പറയുമ്പം ഞാൻ കേട്ടുകൊണ്ട് നിൽക്കായിരുന്നു. കുറച്ച് നാളെ കഴിയുമ്പം അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ടല്ലേ, മനസ്സിലായി, നിന്റെ മനസ്സിലിരിപ്പ് ഇതാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് ദേവയാനിയോട് മുത്തശ്ശൻ പറയുന്നുണ്ട്. ദേവ്യാനി തലകുനിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആദർശിനോട് മുത്തശ്ശൻ പറയാണ്, എനിക്ക് ദേവ്യാനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ ഒന്ന് പോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹാളിലേക്ക് വന്നിരുന്നിട്ട് മുത്തശ്ശൻ ദേവ്യാനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങാണ്. ഇപ്പോൾ നയനയുടെയും ആദർശിനെയും വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം തികയാൻ പോന്നു. ഇതുവരേക്കും രണ്ടുപേരും തമ്മിൽ ശരിക്കൊരു ദാമ്പത്യ ജീവിതം പോലും നയിച്ചിട്ടില്ല. ഇടയ്ക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവൾ ശുശ്രൂഷ സമയത്തൊക്കെ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയതായിരുന്നു. പക്ഷെ നിന്റെ വെറുപ്പ് മനസ്സിലാക്കിയതോടെ അവൻ വീണ്ടും അവളെ തഴയാൻ കാരണമായി. അതിൻ്റെ കാരണക്കാരി നീ ഒറ്റയിരുത്തിയ. ഞാൻ നിന്നോട് ഇനി ഒരു എഗ്രിമെൻ്റ് വെക്കുകയാണെന്ന് പറയുന്നു. എന്താ അച്ഛനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതേ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. എന്താണെന്നറിയോ, ഇപ്പോൾ ഈ വീടിൻ്റെ അധികാരവും താക്കോലും എല്ലാം നിൻ്റെ കയ്യിലല്ലേ. നീ ഈ വീട്ടിലേക്ക് മൂത്ത മരുമകളായി വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ ഭാര്യ നിനക്ക് കൈമാറിയില്ല. ഇന്നേ വരെ അവൾ അതിന് അവകാശം ചോദിക്കുകയോ അവൾക്കതിനുള്ള അവകാശം ഉണ്ടെന്ന് പറയുകയോ ഒന്നും അവൾ ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ നിൻ്റെ മരുമകൾ വന്ന് കയറിയിട്ട് ഇപ്പോൾ 1 വർഷം തികയാൻ പോവാണ്. നീ ഇതുവരെ അവൾക്ക് ആ വീടിന് താക്കോലും അധികാരമൊന്നും ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ കാരണം തന്നെ എനിക്ക് മനസ്സിലായി. നീ ഇപ്പോൾ പറഞ്ഞതായിരിക്കും കാരണം. നയനയെ എൻ്റെ മരണശേഷം ഇവിടുന്ന് പറഞ്ഞയക്കുമെന്ന് നീ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം നിൻ്റെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം നീ ഇതുവരേക്കും അതിനൊന്നും മുതിരാഞ്ഞത്. അതല്ലെങ്കിൽ എപ്പോഴേ ആ താക്കോൽ കൊടുക്കുന്ന ചടങ്ങ് കഴിയേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. ദേവേനെ ഇപ്പോൾ മനസ്സിലിങ്ങനെ പറയാണ്, ഇല്ല ഒരിക്കലും ഞാൻ നമുക്ക് കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അവളെ ഇവിടുന്ന് പറഞ്ഞയച്ചേച്ച് ഏതെങ്കിലും അന്തസ്സും അഭിജാത്യമുള്ള കുടുംബത്തിൽ നിന്നും എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തണം. അതിനുശേഷം ഞാൻ അവൾക്കത് കൈമാറും എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, നിൻ്റെ മനസ്സിൽ പറഞ്ഞൊന്നും നടക്കാൻ പോകുന്നില്ല. ആദർശിന് എന്നായാലും നയന തന്നെയായിരിക്കും ഭാര്യ എന്ന് പറയുന്നുണ്ട്. എന്താ നിനക്ക് കൊടുക്കാൻ വല്ല മടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുമ്പം എന്നാൽ ഞാൻ പറയാണ്, ഈ വരുന്ന തിങ്കളാഴ്ച താക്കോല് അവൾക്ക് കൈമാറണം. ചില പൂജകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ട് നയനമ്മോൾക്ക് ആ താക്കോൽ ഞാൻ കൈമാറാൻ പോവാണെന്ന് പറയുമ്പം ദേവേനെ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. കാരണം നയനയ്ക്ക് അങ്ങനെ താക്കോൽ കൈമാറ്റപ്പെട്ടാൽ പിന്നെ അനന്തപുരിയുടെ സർവ്വ അവകാശങ്ങളും നയനയ്ക്കാണ്. പിന്നീട് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. നയനെ പറഞ്ഞാണ് ആ വീട്ടിലെല്ലാവരും അനുസരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദേവേനെ ഒന്ന് പേടിക്കുന്നുണ്ട്. പിന്നീട് ഒരിക്കലും ആദർശ ജീവിതത്തിൽ നിന്ന് അവളെ അടർത്തി മാറ്റി കഴിയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നു, എന്താ നിന്റെ തീരുമാനം ചോദിക്കാനുണ്ട്. അച്ഛ അവൾക്ക് അങ്ങനെ കൈമാറിൽ എന്താ ചെയ്യാമെന്ന് ചോദിക്കുമ്പം അതെന്താ ദേവയാനി, ആ കുട്ടിക്ക് അതിനുള്ള കഴിവില്ലേ, പ്രാപ്തിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും ചേർന്നൊരു ഇതല്ലല്ലോ അച്ഛ എന്ന് പറയുമ്പം എന്താ അന്തസ്സിനൊരു കുറവ് എന്ന് ചോദിക്കുന്നുണ്ട്. കാശും പണവുമാണോ കുറവ്? എന്നാൽ എൻ്റെ സ്വത്തിൻ്റെ പാതി ഞാൻ അവൾക്ക് എഴുതി വെക്കാം, അപ്പോൾ അവൾ നിന്നെക്കാളും കോടീശ്വരിയാകും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവളിങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിനക്ക് മറ്റൊരു ഡിമാൻഡ് വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. നിനക്ക് ഞാൻ 1 വർഷം സമയം തരാം. ആ സമയം കൊണ്ട് ആദർശും നയനയും ഒന്നിച്ച് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കണം. അതായത് നീ നയനെ സ്നേഹിക്കണം. നീ നയനെ സ്നേഹിക്കുകയും ആദർശ് നീ അവളെ സ്നേഹിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആദർശ് അവളെ സ്നേഹിച്ചോളും. അങ്ങനെ അവർക്കൊരു കുട്ടി ഉണ്ടാവണം. കൃത്യം 1 വർഷത്തിനുള്ളിൽ ആദർശ് നയനെയും ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കണം. അതെൻ്റെ കണ്ണുകൊണ്ട് കാണണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ താക്കോൽ നിനക്ക് തന്നെ ഹോൾഡ് ചെയ്യാം. നിനക്ക് എന്ന് നയനെ ഇഷ്ടപ്പെടുന്നോ അന്ന് മാത്രം നിനക്കിത് അവൾക്ക് കൊടുത്താൽ മതി. അതല്ലാത്ത പക്ഷം അവർ തമ്മിൽ ഒന്നിപ്പിക്കാൻ നീ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്ന 2 മാസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഞാൻ ഈ താക്കോല് അവൾക്ക് കൈമാറുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ദേവയാനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ച് നടക്കുകയാണ്. അങ്ങനെ ദേവയാനി മനസ്സിൽ കരുതാണ്, എന്തായാലും ഇപ്പം മുത്തശ്ശനെ പിണക്കുന്നത് ശരിയല്ല, എന്തായാലും അച്ഛനോട് സമ്മതം അറിയിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. ശരി അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ മുത്തച്ഛൻ പോയതിന് ശേഷം ദേവേനെ ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞല്ലോ, കൂടിപ്പോയാൽ 1 മാസത്തിനുള്ളിൽ അവളുടെ കയ്യിൽ താക്കോലെങ്ങാനും കൊടുത്താൽ പിന്നെ ഞാൻ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് ആദർശനോട് സംസാരിക്കാനും കഴിയില്ല. ആദർശ് അറിയാൻ പാടില്ല എന്നുള്ള ഡിമാൻഡും കൂടി മുത്തച്ഛൻ വെക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ദേവേനോട് മുത്തച്ഛൻ പറഞ്ഞു എന്നുള്ള ഡിമാൻഡ് അത് ആദർശ് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഞാൻ എങ്ങനെ ഡീൽ ചെയ്യും? ഒരിക്കലും അവളെ കൊണ്ട് എൻ്റെ മോൻ്റെ കുഞ്ഞിനെ പ്രസവിപ്പിക്കില്ല എന്ന് തന്നെ ഉറപ്പിക്കാനട്ടോ ദേവയാനി. പക്ഷെ അവർ തമ്മിൽ അടുപ്പിക്കുന്നത് പോലെ എങ്ങനെയെങ്കിലും മുത്തശ്ശനെ പറഞ്ഞ് പറ്റിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ മുത്തശ്ശൻ ആകെപ്പാടെ സീനാക്കും. അവളുടെ കയ്യിലെങ്ങാനും അധികാരം വന്നാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ദേവയാനി ഓർക്കാണ്. അങ്ങനെ നയനെ എടുത്തു പോയിട്ട് ദേവേനി പറയാണ്, എൻ്റെ മോളെ എന്നോട് ക്ഷമിക്ക്. നിന്നോട് ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നീ വന്ന് കയറിയ സാഹചര്യവും നിൻ്റെ അമ്മയുടെ ചേച്ചിയുടെയൊക്കെ സ്വഭാവം കണ്ട. പക്ഷെ നിൻ്റെ സ്വഭാവം എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി ഒന്ന് കളം മാറ്റി ചവിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കേട്ടോണ്ടാണ് ആദർശ് ഇറങ്ങി വരുന്നത്. ആദർശ് ഓർക്കാണ്, ഈശ്വര ഞാൻ കാണുന്ന സ്വപ്നം വല്ലതും ആണോ എന്ന് കരുതുന്നുണ്ട്. അങ്ങനെ ആദർശ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ദേവേനി പറയാണ്, നിൻ്റെ ഭാര്യ ഇവിടെ നിൽപ്പില്ലേടാ, അവളോട് യാത്ര പറഞ്ഞിട്ട് പോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് കേട്ട് ജാനകിയും ജലജയും എല്ലാം ഞെട്ടി നിൽക്കുകയാണ്. ഈ ദേവയാനിക്ക് എന്താ പറ്റിയത്, എന്താ ഈ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ജലജ. അപ്പോഴേക്കും മുത്തശ്ശൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ ഇവക്ക് പറ്റി, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, അതൊക്കെ നീ കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതിനൊക്കെ പിന്നിലെ വലിയൊരു കാരണമുണ്ടെന്ന് പറയുമ്പം എന്തോ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പം അതൊക്കെയുണ്ട് എന്ന് പറയുന്നുണ്ട്. ജാനകി നയനോട് ചോദിക്കുകയാണ്, എന്താ മോളെ ലോകമെല്ലാം അവസാനിക്കാൻ പോവാണോ, നിൻ്റെ അമ്മായിയമ്മ നിന്നെ സ്നേഹിക്കുന്നത് കാണിക്കുന്നതെന്ന് പറയുമ്പം നയനെ പറയാണ്, എനിക്കറിയില്ല ചെറിയമ്മേ, രാവിലെ കൂടി എന്നോട് ദേഷ്യപ്പെട്ടതേ ഉള്ളൂ. എന്നെക്കൊണ്ട് ഒരിക്കലും ആദർശനോട് ജീവിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആളാ, ഇപ്പം എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ജാനകി പറയാണ്, എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോ, ചേച്ചീനെ അത്രയ്ക്കും വില കുറച്ച് കാണുമൊന്നും വേണ്ട, നീ ഒന്ന് സൂക്ഷിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ദേവേന ഒറ്റയ്ക്ക് നിൽക്കുമ്പം ജലജ ചോദിക്കുകയാണ്, എന്താ ഇടത്തെ കണ്ടതൊക്കെ, ഇടത്തെ അവളെ സ്വീകരിക്കാൻ തീരുമാനിച്ചോ, ഭയങ്കര സ്നേഹമായിരുന്നല്ലോ രാവിലെ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നീ വഴിയെ മനസ്സിലാക്കും, ഇപ്പം ഞാൻ എന്നോടൊന്നും പറയുന്നില്ല, അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി പോകുന്നുണ്ട്. അപ്പം ജലജ മനസ്സിലാലോചിക്കുകയാണ്, ഇല്ല അമ്മായിമ്മ മരുമകളും ഇങ്ങനെ ഒരുമിച്ച് ശരിയാവില്ല, എങ്ങനെയെങ്കിലും രണ്ടിനെ തമ്മിൽ തെറ്റിച്ച് 2 വഴിക്കാക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനിയുടെ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ജലജയുടെ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മുത്തച്ഛനാട്ടോ സൂപ്പർ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആ അനന്തപുരി ആപ്പാടെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിർമ്മലിൻ്റെ പ്രശ്നം, ഒരു സൈഡിൽ നന്ദുവിൻ്റെ പ്രശ്നം, ഒരു സൈഡിലാണെങ്കിലോ ദേവയാനിയുടെ താക്കോൽ പ്രശ്നം. അങ്ങനെ എല്ലാ വഴിക്കൂടെയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ചാനലിലൂടെ വരാൻ നിൽക്കുന്ന എപ്പിസോഡ്സിൻ്റെ ഒക്കെ റിവ്യൂസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും കമൻറ്റ് സെക്ഷനിൽ ഇടുന്നുണ്ട്, നമ്മൾ പറഞ്ഞതൊക്കെ ഫേക്ക് ആണ്, ഇങ്ങനെ സ്റ്റോറി പോലും ഇല്ല, എന്തിനാണ് കള്ളം പറയുന്നത്, റേറ്റിംഗ് കൂട്ടാനാണെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് മലയാളത്തിലല്ല ആദ്യമായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭാഷയിലേതും കഥകൾ ഓരോ വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ തമിഴിലാണെങ്കിൽ പോലും നന്ദുവിൻ്റെയൊക്കെ കേസിൽ നന്ദുവിനെ എനിക്ക് ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ, പക്ഷെ മലയാളത്തിൽ അങ്ങനെ അല്ലല്ലോ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ വരും. അതുകൊണ്ട് അതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റോറീസ് ഫേക്ക് ആണെന്ന് പറഞ്ഞ് ആരും കമന്റ് ഇടാൻ വരണ്ട കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.